സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ ഗവർണറുടെ അധികാര പരിധി വിവരിക്കുന്ന പാഠപുസ്തക ഭാഗം തയ്യാറായി. 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2ാം ഭാഗത്തിലാണ് ഗവർണറുടെ അധികാര പരിധി നാമമാത്രമെന്ന് വിവരിക്കുന്നത്. ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമെന്നും പാഠഭാഗത്തിൽ പറയുന്നു. രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച ശേഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം. ഗവർണറുടെ അധികാരവും അധികാര പരിധിയും കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകം വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക്. 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2ാം ഭാഗം പാഠപുസ്തകത്തിലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠഭാഗത്തിലാണ് ഗവർണറുടെ അധികാര പരിധികൾ വിശദീകരിക്കുന്നത്. എല്ലാവരും പാഠഭാഗങ്ങൾ പഠിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും, നിയമനിർമ്മാണ അധികാരങ്ങൾ, കാര്യനിർവഹണ അധികാരങ്ങൾ, നീതിന്യായ അധികാരങ്ങൾ, വിവേചന അധികാരങ്ങൾ തുടങ്ങിയ വളരെ വിപുലമായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് സാമൂഹ്യശാസ്ത്രം ഇതാണ് കുട്ടികൾ എത്തിക്കഴിഞ്ഞു. ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ്. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയ്ക്കാണ്. ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം. ഗവർണർ എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഔദ്യോഗിക സ്ഥാനമല്ല. 1983 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയോഗിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുകൾ ഗവർണർമാർ മുഖേന സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളിൽ ഇടപെടുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലർത്തുന്നു. ഇങ്ങനെ തുടങ്ങി ഗവർണറുടെ നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതിന്യായ, വിവേചന അധികാരങ്ങളും പാഠഭാഗത്തിലെ 4 പേജുകളിൽ വിശദമായി പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.